രണ്ട് BJP എംപിമാരെ രാഹുൽ ഗാന്ധി ഇടിച്ച് പാളീസാക്കി ICUലാക്കി കളഞ്ഞു എന്ന സംഘികളുടെ പ്രചരണത്തിന് കാരണമായ ആ സംഭവത്തിന് ശേഷം ലോക്സഭയ്ക്കകത്ത് സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം നടന്നത് എന്താണ് എന്നുള്ള കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഈ രാഹുൽ ഗാന്ധി BJP എംപിമാരെ മുഴുവൻ ആക്രമിക്കുന്നു, രാഹുൽ ഗാന്ധി കൊടും ഭീകരനാണ് എന്നുള്ള മട്ടിൽ പോലീസ് സ്റ്റേഷനിലടക്കം കേസ് കൊടുത്ത് FIR ഇടിച്ച BJPക്കാരുടെ പ്രതിനിധിയായി സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുന്ന ഓം ബിർല പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരായി ഒരക്ഷരം പോലും പറഞ്ഞില്ല. പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തില്ല. പാർലമെൻറ്റിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ അംഗങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഓം ബിർളയെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു താക്കീത് കൊടുക്കാനോ അവിടെ മതിലിൻ്റെ മണ്ടയിൽ കയറിയ പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്യിക്കാനോ ഒന്നും BJP തയ്യാറാകാതിരുന്നത്? എല്ലാറ്റിനും പിന്നിൽ ഒരൊറ്റ കാരണമാണ് CCTV. നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ICUവിൽ കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രതാപ് സാരംഗിയോടും മുകേഷ് രാജ്പുത്തിനോടും ഈ രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യം എവിടെ എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർലമെൻറ്റ് മന്ദിരമാണ്, അതീവ സുരക്ഷാ മേഖലയാണ്, മുക്കിലും മൂലയിലും CCTV ഉണ്ട്. രാഹുൽ ഗാന്ധി പ്രതാപ് സാരംഗിയെയും മുകേഷിനെയും പിടിച്ചു തള്ളുന്ന ആ CCTV ദൃശ്യങ്ങൾ എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഈ ICUവിൽ അഭിനയിച്ച് കിടക്കുന്ന മനുഷ്യർ തന്നെ പ്രതിക്കൂട്ടിലാവുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. BJPയുടെ ഉഡായിപ്പുകൾ മുഴുവൻ പൊളിയും. കുറുവടികളുമായി പാർലമെൻറ്റ് മന്ദിരം ഉപരോധിച്ച BJPക്കാരുടെ ശുദ്ധ വൃത്തികേടിന് ഈ രാജ്യം മുഴുവൻ വിരൽ ചൂണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. അതുകൊണ്ടാണ് സ്പീക്കറെ കൊണ്ട് സംയമനത്തിൻ്റെ ഭാഷ സ്വീകരിക്കാൻ BJP നിർബന്ധിതരായത്. അല്ലായെങ്കിൽ നമുക്കറിയാമല്ലോ, പാർലമെൻറ്റിനുള്ളിൽ ശബ്ദമുയർത്തുന്നതിന് പോലും അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ. ഇപ്പോൾ ആ കണക്കിന് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി 2 എംപിമാരെ തള്ളിയിട്ട് ICUലാക്കിയിരിക്കുകയാണ് BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ, രാഹുൽ ഗാന്ധിക്ക് ഒരു താക്കീത് പോലും നൽകാതെ സഭാ നടപടികൾ അവസാനിപ്പിച്ച് ഈ BJPക്കാർ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. കാരണം പോലീസിൽ വരെ കേസെടുത്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയാൻ ന്യായമുണ്ട്. പക്ഷേ അത് ചെയ്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു നീക്കത്തിലേക്ക് സഭയിൽ BJP പോയാൽ സ്വാഭാവികമായി CCTV ഹാജരാക്കേണ്ടതായി വരും. ആ CCTV ഹാജരാക്കിയാൽ ഇവരുടെ ഉഡായിപ്പുകൾ മുഴുവൻ പൊളിയും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ആവശ്യപ്പെടുമോ എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ പോയി ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് അത് തരുന്നില്ല. അത് തരാതിരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്, അവർ തന്നെ പ്രതിക്കൂട്ടിലാകുമെന്നുള്ളത് കൊണ്ടാണ് അവർ ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിരുന്നു. CCTV आप लोग देख लो, मांग लो। वो कैसे देंगे सर? उसके अंदर रियलिटी है CCTV। അപ്പോൾ CCTV എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ BJPക്ക് കഴിയുന്നില്ല. മോദിയുമില്ല, ഷായുമില്ല, എല്ലാം ഒളിച്ചോടി. ആ ഉഡായിപ്പ് പരിപാടി പൊളിഞ്ഞടുങ്ങി. ആശുപത്രിയിൽ കിടക്കുന്ന ആ 2 എംപിമാരെ BJPയുടെ നേതാക്കന്മാരൊക്കെ പോയി കാണുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോമഡികളായി മാറുകയാണ്. കാരണം അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം ഈ സന്ദർശിക്കാൻ ചെല്ലുന്ന നേതാക്കന്മാർക്കറിയാം, അവിടെ കിടക്കുന്ന മനുഷ്യർക്കും അറിയാം. അഭിനയിച്ച് ഫലിപ്പിക്കണ്ടേ, കാരണം എല്ലാം മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കണ്ടേ 2 പേർക്കും. അതിൻ്റെ സമീപത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഊറി ഊറി ചിരിക്കുന്നത് കാണാം. അത്തരം ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അമ്മാതിരി വിഡ്ഢിത്തം നിറഞ്ഞ, കോമാളിത്തരങ്ങൾ നിറഞ്ഞ കുറേ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് രാഹുൽ ഗാന്ധി എന്തോ ഭീകരനാണ്, പ്രതിപക്ഷം മുഴുവൻ BJPക്കാരെ ആക്രമിക്കാൻ നടക്കുന്ന കൊടിയ ഭീകരവാദികളാണ് എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി
ഈ BJP നേതൃത്വത്തിന് തെളിവുകളായി രാജ്യത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ കഴിയുന്ന ഒരൊറ്റ ദൃശ്യം പോലും അവർ പുറത്തുവിട്ടിട്ടില്ല. നൂറുകണക്കിന് ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. CCTV പോട്ടെ, അതിലേതെങ്കിലും ഒരു ചാനലിൽ കൂടി രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്ന BJPക്കാർ ആരെയെങ്കിലും ഒരാളുടെ ദേഹത്ത് സ്പർശിക്കുന്ന ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന BJPയുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ചാനലുകളെങ്കിലും ആ ദൃശ്യങ്ങൾ പുറത്തുവിടില്ലായിരുന്നു. CCTVയിൽ BJPക്കാർ മുക്കിളിയിട്ട് പരതി കാണും. രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ദൃശ്യമുണ്ടോ എന്നറിയാൻ ഒരു ചുക്കും കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടേതെന്ന് മാത്രമല്ല, ഒരു കോൺഗ്രസ് നേതാക്കളുടെ, ഒരു പ്രതിപക്ഷ നേതാക്കളുടെ ദൃശ്യങ്ങളും അത്തരത്തിൽ BJPക്കാരെ ആക്രമിക്കുന്ന തരത്തിൽ കിട്ടിയിട്ടില്ല. മറുവശത്തുള്ളത് ഉണ്ടാകും, കാരണം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട്. ഖാർഗെയോട് മോശമായി പെരുമാറുന്ന ഒരു BJP MPയുടെ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇമാതിരി വൃത്തികേടുകൾ കാണിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ തെളിവ് പുറത്തുവിടാൻ പോലും കഴിയാതെ BJPക്കാർ ഊളിയിട്ട് മുങ്ങുന്ന കാഴ്ചയാണ് പാർലമെൻറ്റിൻ്റെ സമ്മേളനത്തിൻ്റെ അവസാന ദിവസവും കണ്ടത്. രാജ്യസഭയിലും അതുതന്നെ, ലോക്സഭയിലും അതുതന്നെ. കുത്താൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ലില്ലേ? അതേ മാനസികാവസ്ഥയോടെ വേണം പാർലമെൻറ്റിനകത്ത് സംഘി MPമാരെ നേരിടേണ്ടത്. അതെങ്ങനെയാകണം എന്ന് ആം ആദ്മി പാർട്ടി MPയായ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുത്തി തന്നു. കുത്താൻ വന്ന സംഘി MPമാരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് എങ്ങനെയാണ് വിരട്ടി തിരികെ ഓടിച്ചത് എന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നിരയിലെ MPമാർ സഞ്ജയ് സിംഗിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് വലിയ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവരെ നേരിടേണ്ടത് എന്ന്. ഇവരോട് സൗമനസ്യത്തോടുകൂടി പെരുമാറിയിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ കാര്യമില്ല. അതാണ് സഞ്ജയ് സിംഗ് തെളിയിച്ചു തന്നത്. जरूरत से ज्यादा उतना ही काम करो जितना ठीक लगे। आप इधर बोले, आपस में बात ना करो। जरूरत से ज्यादा मत उड़ो। संजय जी प्लीज, जरूरत से ज्यादा मत उड़ो। संजय जी आप गली गली में शोर है। संजय जी नरेंद्र मोदी चोर है। कोई बात रिकॉर्ड पे नहीं जाएगी। नरेंद्र मोदी चोर कोई है। बात रिकॉर्ड पे नहीं जाएगी। ये लोग जब बोल रहे थे मैं चुपचाप सुना, चुपचाप सुना। आप बोलिए। अगर जेल वेल की बात करोगे ना, जिस दिन सत्ता परिवर्तन होगा एक भी आदमी बाहर नहीं दिखेगा। फिर ऐसी बातें मत करो। हम लोग यहाँ विपक्ष की तरफ से खड़े होते हैं, चीख रहे हैं, चिल्ला रहे हैं, सोच रहे हैं इनसे डर के चुपचाप बैठ जाएंगे। एक बात याद रखना, ये देश बाबा साहब के संविधान से चलेगा, किसी मोदी और अमित शाह के फरमान से नहीं चलेगा। याद रखना, इसको याद रखना। മനസ്സിലായല്ലോ?